Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. I am ഹാരിസ് കൊടുങ്ങല്ലൂർ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിച്ചറാണ്. നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലത്തെ നല്ലൊരു അടിപൊളി മിച്ചർ. അതിന് നമുക്കൊരു സഹായി കൂടി ഉണ്ട്. അപ്പോൾ ആ സഹായിയുടെ പേരാണ് എൽഗിൻ. അപ്പോൾ എൽഗിൻ കൂടി നമുക്ക് സഹായിച്ചു തരും. അപ്പോൾ നമുക്ക് വീട്ടിലെങ്ങനെ മിച്ചർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ മിച്ചർ ഉണ്ടാക്കാനായി 2.5 കപ്പ് കടലപ്പൊടിയും 1 കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നമുക്കിനി ബൂന്തിയാണ് ഉണ്ടാക്കേണ്ടത്. ബൂന്തി ഉണ്ടാക്കാനായി നമുക്ക് കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ സേവനാഴിയിൽ ആവശ്യത്തിന് മാവ് നിറച്ചിട്ട് ഇതുപോലെ ചിറ്റി കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം വളരെ കുറച്ച് വെക്കാം. എന്നിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമുക്കിതിന് കോരിയെടുക്കാം. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. അതിനായി ഓട്ടമുള്ള പരന്ന കയ്യിൽ വേണം. അതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബൂന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. ഇനി കുറച്ച് പൊട്ടുകടല വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടുകടല ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കാം. ഓൾറെഡി വറുത്ത കപ്പലണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ കപ്പലണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരി മാറ്റി വെക്കാം. നമുക്ക് കുറച്ച് വറ്റൽമുളക് വറുത്തെടുക്കാം. കുറച്ച് എരിവൊക്കെ ഉള്ള വറ്റൽമുളകാണ്. മുളക് ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരി വെക്കാം. നമ്മളെ മിച്ചറിന് നല്ല മണവും നല്ല ഫ്ലേവറൊക്കെ തരുന്നൊരു സംഭവമുണ്ട്. അതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചതച്ച് നമുക്ക് മൊരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില നന്നായിട്ട് മൊരിച്ചെടുക്കാം. അപ്പോൾ കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആ മിക്സർ നമുക്ക് മിക്സ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ നമ്മൾ സേവ് ആദ്യം ഇട്ട് കൊടുക്കുക. ഇതിനെ സേവ് എന്നാണ് പറയുന്നത്. നമ്മൾ മിക്സറിൽ ഇങ്ങനെ കോല് പോലെ കിടക്കുന്ന ഈ സംഭവത്തിന് സേവ് എന്നാണ് പറയുന്നത്. വളരെ സോഫ്റ്റായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അധികം പൊടിച്ചെടുക്കരുത്. ഇനി നമ്മൾ വറുത്ത് വെച്ച ബൂന്തി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനൊരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. മിക്സർ അധികം പൊടിയരുത്. കറിവേപ്പില നമുക്ക് അവസാനം ചേർത്താൽ മതി. മിക്സ് ചെയ്യുമ്പോൾ ചേർക്കണം എന്നില്ല. അപ്പോൾ നമുക്കിനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിച്ചർ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ അതേ ടേസ്റ്റൊക്കെ തന്നെ ഉണ്ട് നമ്മളെ മിച്ചറിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്. വൈകുന്നേരം ചായയുടെ കൂടെ കടിക്കാനും നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.